ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ആക്ച്വലി എന്നോട് കുറേ പേര് എൻ്റെ മാരേജ് വീഡിയോസ് ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. കല്യാണ വ്ളോഗൊക്കെ എവിടെ, എന്ത് ചെയ്യേ, കുറേ പേര് ചോദിക്കുന്നുണ്ട് വീഡിയോ എന്താ അപ്ലോഡ് ചെയ്യാത്തതെന്ന്. എനിക്ക് ആക്ച്വലി യൂട്യൂബിൽ വീഡിയോസിൻ്റെ അണ്ടറിലും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജസ് വരുന്നുണ്ട്. ഞാൻ മനഃപൂർവ്വം അപ്ലോഡ് ചെയ്യാത്തതല്ല, സമയങ്ങളൊക്കെ കിട്ടുന്നതനുസരിച്ച് ഞാൻ ഇടുന്നുണ്ട്. സോ ഞാനപ്പം ഇന്ന് ആക്ച്വലി എൻ്റെ വെഡ്ഡിങ് സാരി പർച്ചേസ് ചെയ്യുന്ന എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാനൊരു സത്യം മനസ്സിലാക്കിയത്. ഞാൻ ഇൻട്രോ എടുത്തിട്ടില്ലായിരുന്നു, തിരക്കിൻ്റെ ഇടയ്ക്ക് മറന്നുപോയി. സോ ഇൻട്രോ ഇല്ലെങ്കിൽ അതിനൊരു ഭംഗിയാണില്ലല്ലോ. സോ ഞാൻ വിചാരിച്ചൊരു ഇൻട്രോ എടുക്കാന്ന്. എൻ്റെ വെഡ്ഡിങ്ങിനുള്ള സാരി പർച്ചേസ് വീഡിയോ ആണിത്. അപ്പം നിങ്ങൾ ഒട്ടും ലേറ്റ് ആക്കേണ്ട, വീഡിയോ കണ്ടു. നമ്മൾ വെഡ്ഡിങ് സാരി എടുക്കണം എന്ന് പ്ലാൻ ചെയ്ത ടൈമിൽ തന്നെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കൊല്ലത്ത് നിന്ന് തന്നെ എടുക്കാമെന്ന്. സോ കൊല്ലത്ത് നമുക്ക് അത്യാവശ്യം നല്ല വെഡ്ഡിങ് സാരീസ് കിട്ടുന്ന സ്ഥലമുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് ചൂസ് ചെയ്ത് MK വെഡ്ഡിങ് സിൽക്സ് എന്നായിരുന്നു കേട്ടോ. അപ്പം അവിടെ കളക്ഷൻ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. സോ നമ്മൾ എടുത്തിരുന്ന ടൈം എന്ന് പറയുന്നത് ഓണത്തിൻ്റെ ഒരു തിരക്ക് ടൈമായിരുന്നു. കാരണം കല്യാണം ഒക്ടോബർ മാസം ആയതുകൊണ്ട് തന്നെ കന്നിമാസത്തിന് മുന്നേ തന്നെ കല്യാണ ഡ്രസ്സ് എടുക്കണമെന്ന് വീട്ടുകാർക്ക് നിർബന്ധമായിരുന്നു. നമ്മുടെ രണ്ട് വീട്ടുകാർക്കും നിർബന്ധമായിരുന്നു. സോ നമ്മുടെ രണ്ട് കൂട്ടരുടെയും വെഡ്ഡിങ് ഡ്രസ്സ് നമ്മൾ ഓണത്തിൻ്റെ ടൈം തന്നെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേയൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട്. ആക്ച്വലി എനിക്ക് ഈ ഗ്രീൻ കളർ അങ്ങനൊന്നും കളർ കോമ്പിനേഷൻ അത്ര ഇഷ്ടമുള്ള ഒരാളല്ല. സോ ഞാൻ അങ്ങനെ ഒരു പ്രീ പ്ലാൻ ചെയ്തൊന്നും വന്നിട്ടില്ലായിരുന്നു. സോ ഇന്ന കളർ സെലക്ട് ചെയ്യണം അല്ലെങ്കിൽ ഇന്ന കളർ തന്നെ വേണം എന്നുള്ളൊരു ഐഡിയയിലൊന്നും വരാഞ്ഞതുകൊണ്ട് തന്നെ അവിടെ ചെന്നിട്ട് എനിക്ക് നല്ല ടൈം എടുത്തു. ആക്ച്വലി എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിന് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. സോ നമുക്കത് മനസ്സിലായി, നമ്മൾ വെറുതെ അവിടെ നിന്നിട്ട് ടൈം വേസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറെ കടകളൊക്കെ ഉണ്ടായിരുന്നു, അവിടെ നമ്മൾ കയറി. അതിനുശേഷമാണ് ഞങ്ങൾ അറിഞ്ഞത് അവിടെ നമ്മുടെ തൊട്ടടുത്തായിട്ട് നമ്മുടെ കല്യാൺ സിൽക്സിന്റെ റീസെന്റ് ആയിട്ട് തുടങ്ങിയ ഷോപ്പുണ്ട്. സോ അവിടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാന്ന് കരുതി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നൊരു സന്ധ്യാസമയം ആയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നതും ഒരു 3 സാരി ഞാൻ സെലക്ട് ചെയ്ത്, എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ടൈപ്പിൽ ഒരു 3 സാരി ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് അവർ ഡ്രേപ്പ് ചെയ്ത് തരികയാണ്. ഞാൻ അങ്ങനെ ഒരു പ്ലാനിങ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് അന്നേരം മനസ്സിന് ഇഷ്ടപ്പെട്ട സാരിയാണ് ഞാൻ ചൂസ് ചെയ്തത്. സോ ഇതിൻ്റെ എക്സാക്റ്റ് കളർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോഴും അറിയില്ല. അപ്പം ഞാനൊരു 3 കളർ സാരി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ 3 എനിക്ക് ഉടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അത് 3-ൽ-1 സാരിയാണ് ഞാൻ എടുത്തത്. ബിക്കോസ് നമുക്ക് താലികെട്ടിൻ്റെ സമയത്ത് സെറ്റ് സാരി ഉടുക്കുന്നുണ്ട്. അപ്പം അതിന് നമ്മൾ സെറ്റ് സാരി തന്നെ ഉടുക്കുന്നത് കൊണ്ട് തന്നെ അത് കല്യാണം കഴിഞ്ഞതിന് ശേഷം താലികെട്ടിന് ശേഷമുള്ള സാരിയാണ് ഞാനിപ്പം സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് സെറ്റ് സാരി ആയിട്ട് പിന്നെ നമുക്ക് വേറെ പ്രത്യേകിച്ച് സെലക്ഷൻ ഓപ്ഷൻ്റെ കാര്യമൊന്നുമില്ല. നമുക്ക് ഒത്തിരി ടൈം ഒന്നും എടുക്കുന്നില്ല, നമുക്ക് പെട്ടെന്ന് എടുക്കാറുണ്ട്. സോ രണ്ടാമത്തെ സാരി എന്ന് പറയുന്നത് ഈ ഒരു കളറാണ് കേട്ടോ. ആൻഡ് 3-ാമത്തെ സാരിയും സെയിം ഇതേപോലെ തന്നെ ഇരിക്കുന്ന ഒരു കളറാണ്. അങ്ങനെ എനിക്ക് 3 സാരി ഞാൻ സെലക്ട് ചെയ്തതാണ്ട് ഇതാണ്. ഇതിൽ 1 സാരിയാണ് ഞാൻ ചൂസ് ചെയ്തത്. അപ്പോൾ ഏതാണെന്നൊന്ന് നിങ്ങൾ ഗസ് ചെയ്യണേ. അപ്പം നമുക്കിവിടെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ കല്യാൺ സിൽക്സിൽ. നമ്മൾ ആ വന്ന ടൈം എന്ന് പറയുന്ന ഓണത്തിൻ്റെ ടൈം ആയിരുന്നെങ്കിൽ നല്ല കളക്ഷൻ ഉണ്ട്. പിന്നെ നമ്മൾ അവിടെ തന്നെ തൊട്ട് താഴെ ഫ്ലോറിൽ നിന്നായിരുന്നു നമ്മൾ സെറ്റ് സാരി സെലക്ട് ചെയ്തത്. അപ്പം സെറ്റ് സാരി സെലക്ട് ചെയ്തത് ഏതാണെന്ന് എനിക്ക് കാണിക്കാനുള്ള വീഡിയോ ക്ലിപ്സ് ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി കേട്ടോ. ഞാൻ അതൊക്കെ എടുത്ത് വെച്ചിരുന്നായിരുന്നു. എൻ്റെ ഫോൺ ചേഞ്ച് ചെയ്ത സമയത്ത് എൻ്റെ കുറേ വീഡിയോ ക്ലിപ്സുകൾ പോയിട്ടുണ്ടായിരുന്നു ഈ മാരേജ് റിലേറ്റഡ്. അപ്പം അത് എൻ്റെ കല്യാണ വ്ലോഗിൽ ഞാൻ എടുത്തേക്കുന്ന സെറ്റ് സാരി ഏതാണ്, എൻ്റെ വെഡ്ഡിങ് സാരി ഏതാന്നൊക്കെയുള്ള ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പം നിങ്ങൾ കണ്ടു നോക്കൂ, എന്നെ പോലെ പ്രീ പ്ലാൻ ചെയ്യാതെ പോവരുത്. സോ വീഡിയോ ഇഷ്ടമായല്ലോ. ഇനി മാരേജ് വ്ലോഗ് വരുന്നുണ്ട്, വിച്ച് വിൽ ബി കം സൂൺ ആൻഡ് വെയിറ്റ് ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.